everyone, welcome to my YouTube channel. In this video what we are going to see is how to build an simple calculator using HTML, CSS and JAVASCRIpt. Okay, let's get into the video. ഈ വീഡിയോയിൽ ഞാൻ ഒരു സിമ്പിൾ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള HTML ടാഗ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലൊരു ഞാൻ ബോർഡർ കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കളർ, പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഇക്വൽ ടു ടെക്സ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ച് രണ്ട് ടെക്സ്റ്റ് വേണം, പിന്നെ റിസൾട്ടിനൊരു ടെക്സ്റ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേബിൾ ഉപയോഗിച്ച് ഞാൻ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള ID കൊടുത്തിട്ടുണ്ട്, N1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു ID വന്നിട്ട് N2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഹെഡിങ് സിമ്പിൾ കാൽക്കുലേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ എൻ്റർ ടു നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ സെലക്ട് ID ഓപ്പറേറ്റേഴ്സ്, അതിൽ വന്നിട്ട് ഓപ്ഷൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ID ഓപ്പറേറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ബട്ടൺ ഓൺ ക്ലിക്ക് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനുള്ള ഓൺ ക്ലിക്ക് ബട്ടൺ കൊടുത്തിട്ട് അതിൻ്റെ കൂടെ സം എന്നൊരു ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫങ്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നെ നമുക്ക് താഴെ റിസൾട്ടിനൊരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇപ്പോൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് JS കോഡിൻ്റെ ഉള്ളിൽ പോവാം. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് JS കോഡിൻ്റെ പാത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി JS കോഡ്. ഓക്കെ, ഫസ്റ്റ് നമ്മളിവിടെ ഫങ്ഷൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഫങ്ഷൻ അവിടെ സം എന്ന് തുടങ്ങിയത്, സം ഇവിടെ ഞാൻ കോൾ ചെയ്യാണ്. അതിനു മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തൊന്ന് HTML പേജ് ഒന്ന് നോക്കൂ. HTML CSS പേജ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ കാൽക്കുലേറ്റർ, നമ്പർ, ടെക്സ്റ്റ്, പിന്നെ ബട്ടൺ, ഏതാണ് ഓപ്പറേറ്റർ വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റിസൾട്ടിൻ്റെ. ഓക്കെ, നമ്മൾ മിനിമൈസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കോഡിലേക്ക് വരാം. ഫങ്ഷൻ കൊടുത്തു, ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. സോ ലെറ്റ് N1 എന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ N1 എന്ന് കൊടുക്കുന്നുണ്ട്. അത് എല്ലാ വാല്യൂവും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ് ഫ്ലോട്ട് എന്നൊരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ വാല്യൂ കോൾ ചെയ്യുന്നത് വാല്യൂ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID N1 അതാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ N1 കൊടുക്കുന്നുണ്ട്. ഡോട്ട് വാല്യൂ എന്ന് കൊടുക്കണം. അവിടുത്തെ വാല്യൂ ആണ് ഇവിടെ കോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡോട്ട് വാല്യൂ. അതേപോലെ num2നും ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട പേര് മാത്രം മാറ്റി മതി. നമുക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട PR എന്ന് കൊടുത്തു. അവിടെ നമ്മൾ ഓപ്പറേറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിവിടെ കോൾ ചെയ്യണം. ഓപ്പറേറ്റർ ഇത് നമുക്ക് ആവശ്യമില്ല, അവിടെ ഡിലീറ്റ് ചെയ്തു. ബ്രാക്കറ്റ് ഡിലീറ്റ് ചെയ്തു. സെമി കോളൻ കൊടുക്കണം. ഓക്കെ, ഒരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യേണ്ട റിസൾട്ടിന് വേണ്ടിയിട്ട്. എലമെൻറ്റ് ബൈ ID അവിടെ നമ്മൾ റിസൾട്ട് എന്ന പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ ആ റിസൾട്ട് കോൾ ചെയ്യണം. റിസൾട്ട് ഡോട്ട് വാല്യൂ. ഡോട്ട് വാല്യൂ എന്ന് കൊടുത്തു. സെമിക്കോളൻ വെച്ച് ക്ലോസ് ചെയ്യണം.
അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇഫ് കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് കണ്ടീഷൻ നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് കൊടുത്തു. സോ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്യാണ്. ഇഫ് കണ്ടീഷൻ ഓപ്പറേഷൻ ഈക്വൽ ടു പ്ലസ് ആണെങ്കിൽ റിസൾട്ട് ഈക്വൽ ടു ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐഡി റിസൾട്ട്. ഓക്കെ, ഡോട്ട് വാല്യൂ ഈക്വൽ ടു അവിടെ എന്താണോ പെർഫോം ചെയ്യേണ്ടത് അത് ഇവിടെ കൊടുക്കണം. n1 പ്ലസ് n2. ഓക്കെ, സെമിക്കോളൻ വെച്ചിട്ട് സേവ് ചെയ്തിട്ട് ഇത് റണ്ണാവുണ്ടോ നോക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ഞാൻ 4 കൊടുത്തു, 4 കൂടി കൊടുത്തു, പ്ലസ് ബട്ടൺ കൊടുക്കാം, കൊടുത്തു. വർക്കാവുണ്ട്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ പോലെ തന്നെ വേറെ ഫംഗ്ഷൻ കോപ്പി ചെയ്തിട്ട് ഇതേപോലെ ചെയ്യാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ നമുക്കത് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓപ്പറേറ്റർ മാത്രം മാറ്റിയാൽ മതി, മൈനസ് ബാക്കിയെല്ലാം അതേ മതി. ഓക്കെ, നമ്മൾ അടുത്ത ഇഫ് ഓപ്പറേറ്റർ കൊടുക്കണം. അടുത്ത് നമുക്ക് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. സോ മൾട്ടിപ്ലൈ കൊടുക്കണം. ഇവിടെ വന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. അതേപോലെ നമുക്ക് അടുത്തത് വേണ്ടത് ഡിവിഷൻ്റെ ആണ്. അത് കോപ്പി ചെയ്യാം. സേവ് ചെയ്തു, ഒരു കർലി ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യേണ്ടത്, എന്നിട്ട് ഇത് വർക്കാവുണ്ടോ നോക്കാം. കോഡ് നോക്കിക്കോളൂ. ഒന്നും കൂടി വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനുള്ള ഇഫ് ഓപ്പറേഷൻ ഡിക്ലെയർ ചെയ്തു. അതിൽ ഏതാണോ നമുക്ക് ഓപ്പറേഷൻ ഈക്വൽ ടു പ്ലസ് ആണെങ്കിൽ എന്താണ് പെർഫോമൻറ്റ് അത് കൊടുത്തു. അതേപോലെ തന്നെ മൈനസ് ഇൻറ്റു ഡിവൈഡ്. ഓക്കെ, ഇനി അത് വർക്കാവുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ, സിമ്പിൾ കാൽക്കുലേറ്റർ ആണ്, ബേസിക് കാൽക്കുലേറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 55 കൊടുത്തു, ഇവിടെ ഒരു 40 കൊടുത്തു. ഇതൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം എത്ര വരുന്നുണ്ടെന്ന്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, മൈനസ് ചെയ്ത് നോക്കാം, വരുന്നുണ്ട്. നെക്സ്റ്റ് ഇൻറ്റു ചെയ്ത് നോക്കാം. യെസ്, ഇറ്റ്സ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. ഡിവൈഡ് ചെയ്ത് നോക്കാം, ഇറ്റ്സ് പെർഫെക്റ്റ്ലി വർക്കിംഗ്. ഇതാണിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സിമ്പിൾ കാൽക്കുലേറ്റർ ബൈ യൂസിങ് JavaScript ആൻഡ് HTML ആൻഡ് യൂസിങ് CSS ഓൾസോ. CSS പറഞ്ഞാൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്തതൊക്കെ CSS ഉപയോഗിച്ചിട്ടാണ്. അതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. വെക്കോളൂ. ഒന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പ്ലസ് ചെയ്ത് നോക്കാം. വർക്കാവുണ്ട്. സോ ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.
അങ്ങനെ ഷെയർ ചെയ്യൂ. താങ്ക് യു.